രാഹുലിന്റേത് തീവ്രത കുറഞ്ഞ പീഡനം, രാഹുലിന്റേത് അതിതീവ്രവും. LDF MLA മുകേഷിന്റേത് തീവ്രത കുറഞ്ഞ പീഡനമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ലസിത നായർ. മുകേഷിന്റേത് പീഡനമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്നും എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നെങ്കിൽ നടപടി വന്നേനെന്നും ലസിത നായർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റേത് അതിതീവ്രമായ പീഡനമാണല്ലോ, മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. പീഡനമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായേനെ. ഞങ്ങളത് നിയമത്തിന് വിടുകയാണ്. നിയമം അനുശാസിക്കുന്ന ഏത് കുറ്റവാളിക്കും പീഡകനും ബാധകമായ ശിക്ഷ ഉണ്ടാവണമെന്നും ലസിത നായർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി വേണമെന്നും അവർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് ലസിത വാർത്താ സമ്മേളനം നടത്തിയത്. പത്തനംതിട്ട ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നോമിനികളെയാണ് പലയിടത്തും സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രകീർത്തിച്ച CPI വനിതാ നേതാവായിരുന്ന ശ്രീനാദേവിയെ കോൺഗ്രസിലെത്തിച്ച് പാർട്ടി ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് നൽകി മത്സരിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലെ നോമിനികളായ സ്ഥാനാർത്ഥികളെ പിൻവലിക്കണമെന്നും ലസിത നായർ ആവശ്യപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശിച്ചവരാണ് പത്തനംതിട്ട ജില്ലയിലെ സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും. അടൂർ നഗരസഭയിൽ രാഹുലിന്റെ അടുത്ത സുഹൃത്തായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെന്നി നൈനാൻ, പള്ളിക്കൽ പഞ്ചായത്തിൽ പഴകുളം ശിവദാസൻ, ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ ശ്രീനാദേവി കുഞ്ഞമ്മ എന്നിവർ സ്ഥാനാർത്ഥികളാണ്. ഇവരുടെയൊക്കെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോൺഗ്രസ് തയ്യാറാക്കണം. രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ രാഹുലിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും അവർ പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ വിശദമായ പരിശോധന വേണമെന്ന് കോടതി വ്യക്തമാക്കി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ഇക്കാര്യം പറഞ്ഞത്. ഇരുഭാഗവും നൽകിയ രേഖകൾ പരിശോധിക്കും. എന്നാൽ വിധി പറയും വരെ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് ഉറപ്പു വേണമെന്നും വിധി നീണ്ടുപോയാൽ അറസ്റ്റ് തടയണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് നടപടിയിൽ ഉറപ്പു നൽകാനാവില്ലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി.